നമസ്കാരം. രാത്രിയിൽ കിടക്കുമ്പോൾ കാലിന് തരിപ്പ് തോന്നാറുണ്ടോ? കാലിനൊരു വലിച്ചിൽ പോലെയോ മരവിപ്പ് പോലെയോ അതുപോലെ പേശികൾ മുറുകി നിൽക്കുന്നത് പോലെ കാൽപാദത്തിൽ തന്നെ മരവിപ്പ് തോന്നുക, നടന്നു കഴിഞ്ഞാൽ കാലിന് വല്ലാണ്ട് ക്ഷീണം തോന്നുക, ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ കാലുകൾക്ക് വല്ലാണ്ട് അസ്വസ്ഥത അനുഭവപ്പെടുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോയുടെ അവസാനം തന്നെ ഇതിന് കാരണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനുള്ള സൊല്യൂഷൻസും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ബെഡ് ടൈം റൂട്ടീൻ കാണാം. ഇത് കാലുകളിലെ മസിൽസിന് മൂവ്മെൻറ്റ് നൽകാനും സ്റ്റിഫ്നെസ് കുറയ്ക്കാനും റിലാക്സേഷൻ ലഭിക്കാനും സാധാരണ ബ്ലഡ് സർക്കുലേഷനെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്ന കുറച്ച് ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഹൃദയം മാത്രമല്ല പ്രവർത്തിക്കുന്നത്. നമ്മൾ നടക്കുമ്പോൾ കാലുകൾ ചലിപ്പിക്കുമ്പോഴൊക്കെ കാഫ് മസിൽസ് ചുരുങ്ങി റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് കാലുകളിൽ നിന്നും വീനസ് ബ്ലഡ് മുകളിലേക്ക് തിരിച്ചു പോകുന്നതിനാണ് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് മണിക്കൂറുകളോളം ഒരേ സമയത്ത് ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലിനൊരു ഹെവിനെസ്സും സ്റ്റിഫ്നെസ്സും ഒക്കെ അനുഭവപ്പെടാറില്ലേ? അവിടെ നിന്ന് എണീക്കാൻ തന്നെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഈ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും ശരിയായിട്ട് നടക്കാത്തത് കൊണ്ടാണ് അത്. എന്നാൽ ഈ പ്രശ്നത്തെയൊക്കെ മാറ്റാനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ട് വരും. എളുപ്പത്തിൽ ചെയ്യാനും പറ്റും, എന്നാലോ അധിക ചിലവില്ലാത്ത കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. രണ്ടാമത്തേത് ആംഗിൾ പമ്പാണ്. കട്ടിലിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ട് കാലുകൾ നേരെയാക്കി കാൽവിരലുകൾ ശരീരത്തിന് നേരെ പതിയെ ചലിപ്പിക്കുക. എന്നിട്ട് വിരലുകൾ മുന്നിലേക്ക് പോയിന്റ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 തവണ ചെയ്യാം. ശക്തിയായിട്ട് ചെയ്യേണ്ടതൊന്നുമില്ല. കാഫ് മസിൽസിനെ പ്രവർത്തിപ്പിക്കുന്ന വളരെ സിമ്പിൾ മൂവ്മെൻ്റ് ആണിത്. ഇനി രണ്ടാമത്തേത് ടോക്കേൾ ആൻഡ് സ്പ്രെഡ് എന്നാണ്. കാൽവിരലുകൾ ആദ്യം നമ്മൾ അകത്തേക്ക് മടക്കുക, പിന്നീട് വിരലുകൾ കഴിയുന്നത്ര വിടർത്തുക. ഇതിന് കേൾ, സ്പ്രെഡ് ആൻഡ് റിലാക്സ് ഈ രീതിയിൽ തന്നെ 10 തവണ നമുക്ക് ചെയ്യാം. ഫൂട്ടിലുള്ള ചെറിയ മസിൽസിന് മൂവ്മെൻറ്റ് കിട്ടാൻ ഇത് സഹായിക്കും. ഇനി ഇതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലൊരു ടവല് വിരിച്ചിട്ട് അത് തന്നെ വിരലുകൊണ്ട് നമ്മൾ പതിയെ ഇങ്ങനെ വലിച്ച് അടുത്തോട്ട് പിടിക്കുക. എന്നിട്ട് വീണ്ടും വിരലുകൾ നേരെയാക്കുക. ചിലർക്ക് ഗ്രിപ്പ് കിട്ടാതെയൊക്കെ ഇരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ടവല് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇത് ഫുട്ട് മസിൽസിന് വളരെ നല്ലതാണ്. ഇനി ആംഗിൾ റൊട്ടേഷനാണ് മൂന്നാമത്തേത്. കാലൊരു അല്പം ഒന്ന് ഉയർത്തി വെച്ചിട്ട് വട്ടത്തിൽ ഒരു 10 തവണ. ആദ്യം നമുക്ക് ക്ലോക്ക് വൈസിൽ ചെയ്യാം ഒരു 5 തവണ, എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഒരു 5 തവണ, അങ്ങനെ ഒരു 10 തവണ മതി. ഇത് ആംഗിൾ ജോയിൻറ്റിൻ്റെ മൊബിലിറ്റി നിലനിർത്താനും കാലിലെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. ഇനി അടുത്തത് കാഫ് സ്ട്രെച്ച് ആണ്. മതിലിലൊക്കെ കൈവച്ചിട്ട് ഒരു കാല് മുന്നിലും മറ്റേ കാൽ പിന്നിലും വെക്കാം. എന്നിട്ട് പിന്നിലെ കാലിൻ്റെ ഹീൽ അല്ലെങ്കിൽ ഉപ്പൂറ്റി ഭാഗം നിലത്ത് തന്നെ വെച്ചിട്ട് ശരീരം അല്പം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ കാഫ് ഭാഗത്ത് ചെറിയൊരു സ്ട്രെച്ച് വരും. ഒരു 20 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് 2 തവണ ഇങ്ങനെ ചെയ്യാം. വേദന സഹിച്ചുകൊണ്ടൊന്നും സ്ട്രെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതല്ലെങ്കിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ നമുക്ക് കാലിൽ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഇനി അഞ്ചാമത്തേത് ജെൻറ്റിൽ ലെഗ് മൂവ്മെൻ്റ് ആണ്. കട്ടിൽ തന്നെ കിടന്നിട്ട് ഒരു കാല് പതുക്കെ ഉയർത്തി കുറച്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും താഴ്ത്താം. ഓരോ കാലിലും ഇങ്ങനെ 5 തവണ ചെയ്യാം. പിന്നെ ബാക്ക് പെയിന്, ഹിപ്പ് പ്രോബ്ലം, സർജറി ഒക്കെ ഉള്ളവർക്ക് ഇത് വേണ്ട. മറ്റുള്ള രീതിയിലുള്ള എക്സസൈസുകൾ ഡോക്ടറോട് ചോദിച്ച് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് ഒരു ഓയിൽ ഉപയോഗിച്ചുള്ള മസാജ്, അതായത് പാദാഭ്യംഗം എന്നുള്ളത്. കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഉൾക്കാലിലായിട്ടും ഒക്കെ തന്നെ ഓയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഈ മസാജിങ് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കാലിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇടയ്ക്ക് ഉണ്ടാവുന്ന ഈ മസിൽ കയറ്റം പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജോയിൻറ്റിനൊക്കെ സ്റ്റിഫ്നെസ് വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉറക്കക്കുറവാണ്. ഒന്നൊന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 1 മണി 2 മണി നേരത്തൊക്കെ തന്നെ ഞെട്ടി ഉണർന്ന് പിന്നീട് ഉറക്കം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർ പലരും ഉണ്ട്. ഉറക്കം നഷ്ടപ്പെട്ടാൽ തന്നെ ബോഡിയിലെ എല്ലാവിധ വേദനകളും അധികമാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കാരണം ബുദ്ധിമുട്ടുന്നവർക്കാണെങ്കിൽ ഈ പാദാഭ്യംഗം ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഉറക്കം ഒട്ടും കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, ദേഹത്താകെ ചുട്ടുപുകച്ചിൽ അനുഭവിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പാദാഭ്യംഗത്തിനുള്ള ഓയിൽ ഏതാണെന്നറിയോ? ചന്ദനാദി തൈലമാണ്. അതുപോലെ ജോയിൻറ്റിലൊക്കെ സ്റ്റിഫ്നെസ്സും ബുദ്ധിമുട്ടുകളും നിവർത്താനും മടക്കാനുമുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? മഹാനാരായണ തൈലം. വാദപ്രധാനമായിട്ട് സംഭവിക്കുന്ന വേദനകളും ജോയിൻറ്റിലുള്ള വേദനകൾക്കും സ്റ്റിഫ്നെസ്സിനും ഒക്കെ ഏതാണെന്നോ? അത് ക്ഷീരബല തൈലമാണ്. ഇത്തരം തൈലങ്ങളൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും പൊതുവായിട്ട് നമ്മൾ ബേസ് ആയിട്ട് പറയുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ അപ്ലൈ ചെയ്താലും മതി. ഉറക്കക്കുറവിന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ബോഡിയെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ചന്ദനാദി തൈലം പോലുള്ളതാണ് എയർ
ഏറെ നല്ലത്. അപ്പോൾ ഇത്തരം ഓയിലുകൾ ഉപയോഗിച്ച് പാദാഭ്യംഗം ചെയ്താൽ ഉറക്കം മാത്രമല്ല ഈ പറഞ്ഞ വേദനകൾക്കും മാറ്റമുണ്ട്. മസിൽ കയറ്റം പോലുള്ള പ്രശ്നങ്ങൾക്കും വേദനയ്ക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാല് നിലത്ത് കുത്താനൊക്കെയുള്ള ബുദ്ധിമുട്ടില്ലേ, അതൊക്കെ മാറ്റാൻ ഏറെ നല്ലതാണ്. ദിവസം മുഴുവൻ ഒരുപാട് സമയം നിൽക്കുകയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലേ കാലിന് വല്ലാതെ ബുദ്ധിമുട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറുതായിട്ട് ഒരു തലയിണ പില്ലോ ഒക്കെ തന്നെ കാലിനടിയിൽ വെച്ചിട്ട് സമതലത്തിൽ ഇങ്ങനെ ഒന്ന് കാല് ഉയർത്തി വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാല് താഴ്ത്തിയിട്ടിരിക്കുന്നത് ശീലം ഒഴിവാക്കുക. ഇടയ്ക്ക് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് കാലിന് ഉണ്ടാവുന്ന ഡിസ്കംഫർട്ട് മാറ്റാനായിട്ട് പറ്റും. രാത്രി മസാജ് ചെയ്താലും ഈ കാര്യങ്ങളും ചെയ്താൽ മാത്രം പോരെ, ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ നമുക്ക് അത്യാവശ്യമാണ്. ഇത് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വൈറ്റമിൻ B12, ഫോളേറ്റ്, മഗ്നീഷ്യം, കാൽസ്യം, വൈറ്റമിൻ D ഇത്തരം ന്യൂട്രിയൻസ് ലഭിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് പ്രയോഗിച്ചു എന്നുണ്ടെങ്കിലും മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരാം. പ്രത്യേകിച്ച് കൈകാലുകളിൽ തരിപ്പും മരവിപ്പും ആവർത്തിച്ച് വരികയാണെങ്കിൽ രക്തചംക്രമണം കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വൈറ്റമിൻ ഡെഫിഷ്യൻസി മുതൽ ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോപ്പതി, നെർവ് കംപ്രഷൻ തുടങ്ങിയ പല കാരണങ്ങളും ഇതിൻ്റെ പുറകിലുണ്ടാവാം. അപ്പോൾ ഓർത്തു വയ്ക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ആംഗിൾ പമ്പ്, ആംഗിൾ റൊട്ടേഷൻ, ടോക്കോൾ ആൻഡ് സ്പ്രെഡ്, ജെന്റിൽ കാവ് സ്ട്രെച്ച്, പാദാഭ്യംഗം, ഈ 5 മിനിറ്റ് കാലൽപ്പം ഉയർത്തി വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ ശരീരം ദിവസവും നമുക്ക് പല സൂചനകളും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിനെ അവഗണിക്കാതെ പരിഗണനയിൽ പെടുത്തണം കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കാലിനുള്ള സ്റ്റിഫ്നെസ്സും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ വേദനയും നീർക്കെട്ടും മാറി ജോയിൻ്റ് ഒന്ന് ലൂസായിട്ട് വേദനയെ ഇല്ലാതാക്കാനൊക്കെ പറ്റുന്ന വേറൊരു ടിപ്പും കൂടിയുണ്ട്. നമ്മൾ രാത്രി ഇതുപോലെ കിടക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് കല്ലുപ്പ് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തിൽ കാല് മുക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു ഇളം ചൂട് വെള്ളത്തിൽ ഒന്ന് കുളിക്കുക നല്ലതാണ്. ഇനി കുളിക്കുമ്പോൾ ഈ ഒരു കല്ലുപ്പ് അതിലിട്ട് ഒന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഇളം ചൂടോടുകൂടി കുളിക്കാനായിട്ട് പറ്റും. ഇത് നല്ല ഉറക്കം കിട്ടാനും ഇത്തരം വേദനകളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റാനും ഏറെ നല്ലതാണ്. അടുത്തത് മഞ്ഞൾ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഔഷധ ഗുണങ്ങൾ ഉള്ളതിനാൽ ആയുർവേദത്തിൽ മഞ്ഞൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. നമ്മുടെ അടുക്കളയിൽ കാണപ്പെടുന്ന ഈ പതിവ് സുഗന്ധി വ്യഞ്ജനം ഞരമ്പുകളിലെ വേദനയെ ചികിത്സിക്കുന്നതിൽ ഗുണം ചെയ്യുമെന്ന് കാണപ്പെടാറുണ്ട്. മഞ്ഞളിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പരിഗണനയിൽ പെടുന്നത്. ഇത് നാഡികളിലെ വേദന കുറയ്ക്കാൻ സഹായിക്കും. ഞരമ്പുകളിലെ വേദനയ്ക്ക് മഞ്ഞൾ പ്രയോഗിച്ചുള്ള ഏറ്റവും എളുപ്പമാർഗം ഇത് നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് പാലിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കുക. ഒരു നുള്ളു കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നട്ട്മെഗ് അല്ലെങ്കിൽ ജാതിക്കയുടെ കുരു ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് പൊടിച്ചതും ഒരു നുള്ളു മതി. ഇതുകൂടെ ചേർത്തിട്ട് രാത്രി കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഈ പാല് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറക്കം താനേ വരും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. മഞ്ഞളിനെ ഉള്ളിലേക്ക് എത്തിക്കാനും പറ്റും. നിങ്ങളുടെ ഉറക്കക്കുറവും ഇതുപോലുള്ള വേദന കാരണം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതിനും നല്ലൊരു സൊല്യൂഷനാണ്. വേദനയുള്ള ഭാഗത്ത് ചൂടോ തണുപ്പോ കംപ്രസ് ഉപയോഗിക്കുന്നതും ഞരമ്പിലെ വേദന കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. ഒരു ഹോട്ട് കംപ്രസ് വേദനബാധിത പ്രദേശത്തേക്ക് നമ്മൾ കൂടുതൽ രക്തം കൊണ്ടുവരാനും അതിൻ്റെ ഒരു കാഠിന്യവും പേശീവലിവും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. എന്നിരുന്നാലും ഒരു പരിക്ക് അല്ലെങ്കിൽ ഒരു വേദനയ്ക്ക് ശേഷം ആദ്യത്തെ 48 മണിക്കൂർ ഹോട്ട് കംപ്രസ് ഉപയോഗിക്കാൻ പാടില്ല. കോൾഡ് കംപ്രസ് ഉപയോഗിക്കുന്നത് വേദനയുള്ള പ്രദേശം മരവിപ്പിക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കും. ഈ വേദനയുള്ള ഭാഗത്ത് ചൂടുള്ളതും തണുത്തതുമായ പാക്ക് ഉപയോഗിക്കുന്നത് വീക്കം കുറയ്ക്കാനും പേശികളെ അയവ് വരുത്താനൊക്കെ സഹായിക്കും. ഇതും തന്നെ വേദന കുറയ്ക്കും. ഇനി വൈറ്റമിൻ B കഴിക്കുക എന്നുള്ളതാണ്. വൈറ്റമിൻ B നമ്മുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ്. ഇത് കഴിക്കുന്നത് ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിനും എല്ലുകളുടെയും ഞരമ്പുകളുടെയും ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. സാധാരണ വൈറ്റമിൻ ബിയുടെ അഭാവമാണ് ഇത്തരം നാഡീവേദനകൾക്കൊക്കെ തന്നെ കാരണമായിട്ട് കാണാറുള്ളത്. വൈറ്റമിൻ B അടങ്ങിയിട്ടുള്ള മുട്ട, പാല്, പാലുൽപ്പന്നങ്ങളും ഒക്കെ തന്നെ കഴിക്കാനും കൂടെ ശ്രദ്ധിക്കണം. ഇത്തരം വേദനകളൊക്കെ അമിതമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അമിതമായിട്ട് തോന്നുമെങ്കിൽ നമ്മൾ ഇത്തരം ടിപ്സ് മാത്രം ചെയ്തിരിക്കരുത്. ഉടനെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ തേടേണ്ടതുമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് പുറമെ ഇത്തരം സിമ്പിളായിട്ട് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ എക്സസൈസുകളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റം കാണാൻ പറ്റും. അപ്പം എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. കാരണം ഒരു 40
വയസ്സിന് ശേഷം 45-ന് ശേഷമൊക്കെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ പലർക്കും ഉപകാരപ്പെടും. ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.